ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പൊന്നേ, എന്തൊരു രസമാണ് കാണാൻ. ഇനി ആരും SP എന്ന് പറഞ്ഞ് കമൻ്റ് ഇടണ്ട. കാരണം എന്നെ പുകഴ്ത്താൻ എനിക്കൊരു കുരങ്ങൻ്റെ സഹായം വേണ്ട. ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഓഫീസിൽ വന്നു. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഞാൻ സാരിയാണ് കേട്ടോ കൊടുത്തത്. ഓഫീസിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്കായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ അടുത്തുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി ഞാൻ നീരാഞ്ജനവും പിന്നെ ശനീശ്വര പൂജയും നടത്തി. എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. 1 മിനിറ്റ് കിട്ടിയാൽ ഞാൻ അമ്പലത്തിൽ ഓടിപ്പോകും. കാരണം എനിക്ക് ഈ ലോകത്ത് എന്തിനേക്കാളും വലുത് ഭഗവാനും അമ്പലവും ഒക്കെ തന്നെയാണ്. കാരണം അതങ്ങനെയാണ്. അത്രയ്ക്ക് ഞാൻ ഒബ്സസ്ഡാണ് ദൈവങ്ങളോടും അമ്പലങ്ങളോടും എല്ലാം. എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സ്കൂട്ടറിനാണ് വന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് നേരെ വീട്ടിൽ വന്ന് ഞാനൊരു ലേസ് പാക്കറ്റ് എടുത്ത് കഴിക്കാം കേട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് ആക്ച്വലി ഓവർ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഒരു 5:30 ആയപ്പോഴാണ് വന്നത്. കുളിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോയി. പിന്നെ ദീപാരാധന കഴിഞ്ഞ് വന്നപ്പോൾ ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ലേസ് കഴിച്ചു. ലേസ് കഴിക്കുന്നിടയ്ക്ക് ഇതാണ്ട് ഒരു കൊതിയം വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവന് ലേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ എന്ത് കഴിച്ചാലും ഇവന് വേണം. അപ്പോഴാണ് അമ്മാമ്മ എന്നോട് പറഞ്ഞത് ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുണ്ട്, പോയി ദോശ ഉണ്ടാക്കാൻ. ഞാൻ ദോശ ഉണ്ടാക്കിയാൽ സത്യം പറഞ്ഞാൽ ശരിക്കും ദോശ കിട്ടാറില്ല. ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടി. പക്ഷേ എനിക്ക് എപ്പോഴും പറയാലോ, എനിക്ക് പെർഫെക്റ്റായിട്ടൊരു ദോശ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം എന്ത് ഇതുണ്ടോ, ഒടിവും മടിവും. ഇതെങ്ങനെ കറക്റ്റ് പാകമാകുമ്പോൾ അമ്മമാർ പുല്ല് പോലെ തിരിച്ചിടുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കറിയത്തില്ല. പക്ഷേ ഇത് പിന്നെ കുഴപ്പമില്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റി. പക്ഷേ രണ്ടാമത്തെ ദോശ ഇടുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ രണ്ടാമത്തെ ദോശ സത്യം പറഞ്ഞാൽ പാലപ്പം പോലെ ഉണ്ടാക്കുന്നത്. അതായത് ഞാൻ ഒരു തവി നിറച്ച് ദോശയാണ്, അതായത് ഒരു തവി നിറച്ച് ഞാൻ കണ്ടമാനം കവിഞ്ഞൊഴുകി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ദാണ്ടടാ കടലിൽ തിരമാല പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ചു പോകുന്നു. അപ്പം ഞാൻ പിന്നെ ഇതേ കണ്ടില്ലേ, പാലപ്പച്ചട്ടിയിൽ പാലപ്പം കറക്കുന്ന പോലെയാണ് ദോശ കറക്കുന്നത്. എന്ത് ചെയ്യാനാണ്, ഹൈലി ടാലൻറ്റഡ് ആണ് ഞാൻ. ഞാൻ എങ്ങനെ തിരിച്ചിടുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ആവേശത്തിനെടുത്ത് ഒഴിക്കുകയും ചെയ്തു. പക്ഷെ കുഴപ്പമില്ലാതെ ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ തിരിച്ചിട്ടു. സോറി ഗൈസ്, പകുതി ആംഗിൾ ഔട്ട് ആവുന്നുണ്ട്. ഞാൻ തന്നെ വേണ്ട എല്ലാം ചെയ്യാൻ. അതിനുശേഷം ഒരു മുട്ടയും വറുത്ത് കഴിച്ചിട്ട് ഞാൻ നേരെ കയറി കിടന്നു.